തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അത് അന്ന് ചെയ്തതാണ്, പക്ഷേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രൈവറ്റ് ആക്കിയിട്ടിരുന്നത്. ആക്ച്വലി ആ വീഡിയോ ഇത് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ്റെ വീഡിയോ അല്ലായിരുന്നു ആ കിടന്നത്. അപ്ലോഡ് ചെയ്ത വീഡിയോ മാറിപ്പോയി, മറ്റത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പോൾ എന്നാലും ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അന്ന് ഞാൻ ജസ്റ്റ് ഇത് എഴുതിയിട്ട് ബാക്കി നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത്, ചെയ്തു പോവുമായിരുന്നു ചെയ്തത്. ഇപ്പോൾ പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഈ ഒരു നോട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ദ അഡീഷൻ ഓഫ് ഇൻസുലേഷൻ ആൾവേസ് ഇൻക്രീസസ് ദ കണ്ടക്ട്. അതായത് നമ്മൾ ഈ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇൻസുലേഷൻ ആഡ് ചെയ്യാമെന്ന് വെക്കുക. ഇൻസുലേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസുലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കണ്ടക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ഇൻസുലേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഇൻസുലേഷൻ അവിടുത്തെ റെസിസ്റ്റൻസ് കൂട്ടുക, അതായത് ഹീറ്റ് ട്രാൻസ്ഫറിനുണ്ടാകുന്ന റെസിസ്റ്റൻസ് കൂട്ടുക. നമ്മൾ പ്ലെയിൻ വാളിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ വാൾ ഉണ്ടെങ്കിൽ പ്ലെയിൻ വാളിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്, ആ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇൻസുലേഷൻ ആഡ് ചെയ്യും. ഇതിപ്പോൾ ഇൻസുലേഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇൻസുലേഷൻ്റെ റെസിസ്റ്റൻസും കൂടി ഡിനോമിനേറ്ററിൽ വരും. നമുക്ക് നോർമലി നമുക്കറിയാമല്ലോ Q ഈസ് ഈക്വൽ ടു dt, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദ തെർമൽ റെസിസ്റ്റൻസ്. കോണ്ടാക്ട് റെസിസ്റ്റൻസ് അല്ല, തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ കൂടുന്തോറും ഈ Q എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ഈ അഡീഷൻ ഓഫ് മെറ്റീരിയൽ, അതായത് തിക്നെസ് ഓഫ് ദി ഇൻസുലേഷൻ, അതായത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കുറയ്ക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും. അതായത് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞാണോ കൂട്ടുന്ന ഉള്ള മെറ്റീരിയലാണോ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് കൂട്ടുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു പർട്ടിക്കുലർ ഇൻസുലേഷൻ നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഇൻസുലേഷൻ്റെ തിക്നെസ് കൂട്ടുന്തോറും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയുക തന്നെയാണോ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു പ്ലെയിൻ വാൾ എടുക്കുമ്പോൾ അവിടുത്തെ സർഫസ് ഏരിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വെറുതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് പ്ലെയിൻ വാൾ എടുക്കുവാണ്, അപ്പോൾ ഇതൊരു പ്ലെയിൻ വാളാണ്. ഇതിനിപ്പുറത്ത് ഇതേ ഏരിയ ഉള്ള ഒരു നമ്മൾ കൊണ്ടുവെക്കുകയാണ്, ഒരു മെറ്റീരിയൽ കൊണ്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ രണ്ടിനും അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ സെയിം തന്നെയാണ്. ഇവിടുത്തെ ഏരിയ തന്നെ ആയിരിക്കും ഇപ്പുറത്തേതിനും. ഇപ്പുറത്ത് വേറൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ഇപ്പോൾ ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോൾ ആ ഇൻസുലേഷൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് നോക്കുക, ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്. ഇതിപ്പം ഇൻസുലേഷനാണ്. ഇവിടെ ഇതാണ് സിലിണ്ടർ, ഇതുവരെ സിലിണ്ടർ ഉണ്ട്. ഈ ഒരു വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇൻസുലേഷനാണ് നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഇൻസുലേഷൻ്റെ റേഡിയസ് കൂട്ടുകയാണ്, ഇതിൻ്റെ തിക്നെസ് കൂടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ടർ റേഡിയസ് കൂടത്തില്ലേ? ഈ ഔട്ടർ റേഡിയസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഔട്ടർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ അവൈലബിൾ സർഫസ് ഏരിയ, അതായത് ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ പുറത്തുള്ള പെരിമീറ്റർ ഇൻക്രീസ് ചെയ്യല്ലേ. പുറത്തുള്ള പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസ് ഏരിയ, അതായത് ഈ ഒരു ഏരിയ ഞാൻ നൂത്ത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഈ ഒരു സർഫസ് ഏരിയ ഈ പെരിമീറ്റർ കൂടുന്നതുകൊണ്ട് ഈ ഒരു സർഫസ് ഏരിയ കൂടത്തില്ലേ, ഏരിയ കൂടിയാൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിലിണ്ടറിക്കൽ സർഫസ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് അല്ലെങ്കിൽ സ്പിയറിക്കൽ സർഫസ് ഒക്കെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വെനെവർ വി ഇൻക്രീസസ് the radius of outer radius of insulation or thickness of insulation, the radius increases and the area available for heat transfer also increases. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഡൗട്ട് വന്നു, ക്യൂവിൻ്റെ കേസിൽ ഏരിയ കൂടുമ്പോഴത്തേക്ക് അവിടെ എന്താണ് Q എന്ന് പറയുന്നത്, ആക്ച്വലി കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറും കൂടെ അവിടെ വരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. കാര്യം ഈ ഔട്ടർ സർഫസ് ഏരിയ കൂടുന്നു എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ നമ്മളിവിടെ കൂട്ടുകയാണെങ്കിൽ ഔട്ടർ സർഫസ് ഏരിയ കൂടുകയാണ്. ഔട്ടർ സർഫസ് ഏരിയ ആയിട്ട് കോൺടാക്റ്റിലിരിക്കുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ എയർ ആണ് അല്ലെങ്കിൽ ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിലേക്ക് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിന് അവിടെ എന്ത് സംഭവിക്കുമെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരികയെന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ പ്ലെയിൻ വാൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഒരു പ്ലെയിൻ വാൾ കോമ്പോസിറ്റ് വാൾ ഇപ്പുറത്ത് നമ്മൾ എടുത്ത് വെച്ചാൽ രണ്ടിൻ്റെയും ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഏരിയ ഡിഫറൻസ് അവിടെ വരുന്നില്ല. അപ്പോൾ കൺവെക്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഏരിയ അവൈലബിൾ ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഈ തിക്നെസ് എത്ര കൂട്ടിയാലും ഏരിയ സെയിം തന്നെ ആയിട്ടിരിക്കും. ഈ ക്രോസ് സെക്ഷൻ ഏരിയ മാറുന്നില്ലല്ലോ പ്ലെയിൻ വാളിൻ്റെ കേസിൽ. ബട്ട് in the case of എന്തുവാണ് the sphere or cylinder, the outer surface area is actually increasing. അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ആ റേഡിയസ് ഔട്ടർ റേഡിയസ് കൂടുമ്പോൾ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ കൂടുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സിലിണ്ടർ ഞാൻ കൺസിഡർ ചെയ്തു. ഈ സിലിണ്ടർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടി ഒന്നുകൂടെ ഒന്ന് വരച്ച് പറയാം. ഇതാണ് നമ്മുടെ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ. അത് പോട്ടെ, ഈ സിലിണ്ടറിൻ്റെ ഇന്നർ റേഡിയസ് R1ഉം ഔട്ടർ റേഡിയസ് R2. അപ്പോൾ ഈ സിലിണ്ടറിന് പുറത്തേക്ക് ഞാൻ ഇൻസുലേഷൻ ആഡ് ചെയ്തു. ഈ ഗ്രീൻ കളറിൽ ആഡ് ചെയ്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇൻസുലേഷനാണ്. അപ്പോൾ ഇൻസുലേഷൻ ഒരു പർട്ടിക്കുലർ തിക്നെസ് എന്ന് പറയുന്ന T എന്ന് പറയുന്ന തിക്നെസ് ഇൻസുലേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ R2 എന്ന് പറയുന്ന റേഡിയസ് R1, അപ്പോൾ ഈ T എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് R2 മൈനസ് എന്താണ് R1 ആണ്.
ഓക്കെ. അപ്പോൾ ഈ ഒരു തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ക്യൂ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുമ്പോൾ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻസൈഡ് അതായത് നമ്മുടെ ഈ സിലിണ്ടർ വാളിലെ ടെമ്പറേച്ചർ T1 പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ടി എയറുമാണ്. അതായത് അവിടെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടെ ഞാൻ എടുക്കുകയാണ്. ഞാൻ ഈ ഡോട്ടഡ് കാണിച്ചിരിക്കുന്ന അവിടുത്തെ സറൗണ്ടിങ് ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി എയർ ആണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? T1 - Tr ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ സിലിണ്ടർ ഈ ഇൻസുലേഷൻ കൂടി പോകുന്ന ഈ ഇൻസുലേഷൻ നിന്ന് പുറത്തോട്ടുള്ളതേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ഇൻസുലേഷൻ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവും, പ്ലസ് എന്താണ് ഈ ഒരു ഫ്ലൂയിഡിലേക്ക് കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസും കൺവെക്റ്റീവ് റെസിസ്റ്റൻസും കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിനും കൺവെക്റ്റീവ് റെസിസ്റ്റൻസിനും ഈ റേഡിയസ് കൂടുമ്പോൾ, ഈ തിക്നെസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ സിലിണ്ടറിൻ്റെ കേസിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം T1 - Tr എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് R2, ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R1 ഡിവൈഡഡ് ബൈ 2π × K × L. 2π K എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, L എന്ന് പറയുന്ന ലെന്ത് ഓഫ് ദ സിലിണ്ടർ, പ്ലസ് കൺവെക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/h × A അല്ലേ? H എന്ന് പറയുന്നത് HO, ഔട്ടർ ഫ്ലൂയിഡിൻ്റെ എന്താണ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് HO × 2πr. H × A എന്ന് പറഞ്ഞാൽ 2πr × L ആയിരിക്കും അവിടുത്തെ സർഫസ് ഏരിയ, അതായത് ഇവിടുത്തെ പെരിമീറ്റർ ഇൻറ്റു എന്താണ് ടോട്ടൽ ലെന്ത് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ അവിടുത്തെ ഏരിയയും കിട്ടി. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിക്കുക, വെനെവർ R2 ഇൻക്രീസസ്, R2 കൂടുന്ന സമയത്ത് ഇവിടെ R2 എന്ന് പറയുന്നത് ഈ ഒരു സംഭവം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് റെസിസ്റ്റൻസിനെയാണ്? കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിനെയാണ്. വെനെവർ R2 ഇൻക്രീസസ്, R2 കൂടുമ്പോഴത്തേക്ക് ഈ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. കാര്യം കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ന്യൂമറേറ്ററിലാണ് R2 കിടക്കുന്നത്. R2വിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ഒരു വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ഇല്ല, 2πKL എന്നൊക്കെ പറഞ്ഞ സാധനം കോൺസ്റ്റൻ്റ് ആണ്. അപ്പം കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, ബട്ട് ഇവിടെ കൺവെക്റ്റീവ് റെസിസ്റ്റൻസിൽ 1 ഡിവൈഡഡ് ബൈ R2 എന്നാണ് പറഞ്ഞ് കിടക്കുന്നത്. 1 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണ്. അതിനെ തന്നെ നമ്മൾ R2 എന്ന് പറയുന്ന സാധനം R2 ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ഇത് വരുമ്പോഴത്തേക്ക് വലിയൊരു വാല്യൂ വരും. R2 കൂടുന്നതനുസരിച്ച് 1 വാല്യൂ എന്ന് പറയുന്നത് കുറയൂലയുടെ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്. അതിൻ്റെ ന്യൂമറേറ്ററിലല്ല അത് കിടക്കുന്നത്, R2 ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. വെനെവർ R2 ഇൻക്രീസസ് 1/h0 × 2πr2 × L എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇൻ ദ കേസ് ഓഫ് സിലിണ്ടർ വെനെവർ വി ഇൻക്രീസസ് R2, ദാറ്റ് മീൻസ് വെനെവർ വി ഇൻക്രീസസ് ദ തിക്നെസ് ഓഫ് ദി ഇൻസുലേഷൻ, ദ ഔട്ടർ റേഡിയസ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് results increase in conductive resistance but decrease in convective resistance. അപ്പോൾ ഈ കൺവെക്റ്റീവ് റെസിസ്റ്റൻസും കണ്ടക്റ്റീവ് റെസിസ്റ്റൻസും കൂടെ ചേരുന്നതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ആ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടിയാലേ ക്യൂ എന്ത് ചെയ്യത്തുള്ളൂ? കുറയത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടിയാൽ മാത്രമേ എന്ത് കുറയത്തുള്ളൂ? ക്യൂ കുറയത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, സിൻസ് വി ആർ ഹാവിങ് എ ന്യൂമറേറ്റർ ഈക്വൽ ടു 1 ഫോർ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്, ദ value of reduction in convective resistance is much എന്താണ് more compared to the value of increase in conductive resistance whenever we increases the outer radius. ഈ ഔട്ടർ റേഡിയസ് കൂടുമ്പോൾ ഈ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിനുണ്ടാവുന്ന ഇൻക്രീസ് ഇൻ വാല്യൂ എന്ന് പറയുന്നത് കമ്പയർഡ് ടു ദ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഇൻഎഫക്റ്റീവായിട്ട് നമുക്ക് എന്തുണ്ടാവുമെന്നറിയോ? ദ കണ്ടക്റ്റീവ് ആൻഡ് കൺവെക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ സം എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യപ്പെടും? കുറയപ്പെടും. സിൻസ് the resistance decreases, the heat transfer increases. ആ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സാധാരണ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ കൂട്ടുമ്പോഴത്തേക്ക് അവിടെ ഹീറ്റ് ട്രാൻസ്ഫറിനെ അത് പിടിച്ചു നിർത്തും, കൈകൊണ്ട് താങ്ങി നിർത്തും എന്നുള്ള മനസ്സിലെ സങ്കല്പം വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ അല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? റെസിസ്റ്റൻസിൻ്റെ തിക്നെസ് ഇൻസുലേഷൻ്റെ തിക്നെസ് കൂടുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയല്ല ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. ബട്ട് ഈ കൂടുന്നതിന്, അതായത് ഈ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അതായത് കൂടി ഒരു പെർട്ടിക്കുലർ മാക്സിമം പോയിന്റ് എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യപ്പെടും? കുറയും. ആ മാക്സിമം പോയിന്റിലെ അവിടുത്തെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് റേഡിയസ് എന്ന് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റേഡിയസ് തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നതോറും ഫസ്റ്റ് എന്ത് കൂടിക്കൊണ്ടിരിക്കും? the thermal heat transfer rate increases and up to a particular point, and at that point the radius is known as critical radius and it will be equal to എത്രയാണെന്നുള്ളത് നമ്മൾ ഇനി പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറയുന്നതിന് കാര്യം എന്താ? കാര്യം 1 ഡിവൈഡഡ് ബൈ ഒരു സാധനമാണ്. 1 വലിയ വാല്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പോയിന്റ്, ഇപ്പോൾ 0.001 ഒക്കെ വന്നു വെച്ചോ, 0.001 ഒക്കെ വന്ന് പിന്നെ വലുതായിട്ട് കൂടിയാലും ഈ ഒരു റെസിസ്റ്റൻസ് വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. ഇത് ഓൾമോസ്റ്റ് അങ്ങ് നെഗ്ലിജിബിൾ ആയി അങ്ങ് മാറും.
ആ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് നെഗ്ലിജിബിളായി മാറുന്നത് വരേക്കും ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ആ നെഗ്ലിജിബിളായി മാറുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് ഇതിനെ കാട്ടി ഉണ്ടാകുന്ന ഡിക്രീസിനെ കാട്ടി കൂടുതലായി മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ആഫ്റ്റർ സം പോയിന്റ് എന്താണ് ദ റെസിസ്റ്റൻസ്, ദ നെറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് അപ് ടു ദാറ്റ് പോയിന്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഇൻക്രീസിങ്. ആ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങുന്നത് വരേക്കും ഹീറ്റ് ട്രാൻസ്ഫർ കൂടിക്കൊണ്ടിരിക്കും. വെൻ എവർ ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ് സ്റ്റാർട്ട്സ് അഗെയിൻ ഇൻക്രീസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് റെഡ്യൂസസ്. അപ്പം ഒരു പോയിന്റിന് അകത്ത് വെച്ചാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് എന്ത് ചെയ്യണം കിട്ടുന്നത്, കൂടുതലാണ് കിട്ടുന്നത്. ഈ ക്രിട്ടിക്കൽ റേഡിയസിനെക്കാട്ടി വലിയ റേഡിയസ് അല്ലെങ്കിൽ ആ റേഡിയസ് വെച്ചാൽ മാത്രമേ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിന് അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ, റിഡക്ഷൻ സംഭവിക്കത്തുള്ളൂ. അതിന് കാരണം ഈ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറും കൂടെ അവിടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ എഴുതുമെന്ന് പഠിക്കാം. The addition of insulation always increases the conductive thermal resistance, but when the total thermal resistance is made of conductive and convective thermal resistance, the addition of insulation in some cases may reduce the convective thermal resistance due to increase in surface area. So it will be in the case of cylinders and sphere. And the total thermal resistance may actually decrease. അപ്പോൾ total thermal resistance കുറയാം, resulting increase in heat flow increase ചെയ്യപ്പെടും. It may be shown that the actual thermal resistance decreases and then increase in some cases. അപ്പോൾ ആദ്യം ആക്ച്വൽ തെർമൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, ചില സമയത്ത് ഇൻക്രീസും ചെയ്യും ചില കേസസിൽ. The thickness up to which the heat flow increases and after which heat flow decreases is known as critical thickness. അപ്പോൾ നമുക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുന്നത് വരെയുള്ള ആ ഒരു നമ്മൾ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് വിളിക്കും. ഇൻ ദ കേസ് ഓഫ് സിലിണ്ടർ ആൻഡ് സ്പിയർ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ റേഡിയസ്. സിലിണ്ടറിൻ്റെയും സ്പിയറിൻ്റെയും കേസിൽ നമ്മൾ എന്ത് പറയും, ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പരിപാടി. ഇനി അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് കൺവെക്റ്റീവ് റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് ഈ ഒരു കാര്യം പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു സാധനം. പക്ഷെ അവിടെ നമ്മൾ തിക്നെസ് ഇൻക്രീസ് ചെയ്താലും അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് അവിടെ എന്ത് പറ്റുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ഇത് സിലിണ്ടറിൻ്റെ കേസ് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതിയ പ്രശ്നമല്ലോ, ക്യൂ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2πL. അപ്പം ഇതിൽ 2πL എന്ന് പറയുന്ന സാധനം നമ്മൾ പുറത്തിട്ടു, ഇങ്ങ് മോളിൽ കൊണ്ടുവന്നു. ബാക്കി ലോഗ് R2/R1 ഡിവൈഡഡ് ബൈ K പ്ലസ് 1/H0 × R2 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കൺവെക്റ്റീവും കണ്ടക്റ്റീവും കൂടെ തീർന്നാണ്. ഇത് മാക്സിമം മിനിമം ആവുന്ന വാല്യൂ, ഇത് മാക്സിമം ഈ റെസിസ്റ്റൻസ് മാക്സിമം ആവുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പറയാണ്. ഫോർ ഫൈൻഡിങ് ദ മാക്സിമം വാല്യൂ ഓഫ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. മിനിമം വാല്യൂവിൽ നമുക്ക് ഡെറിവേറ്റീവ് dy/dx = നമുക്ക് എന്താ പറയാം, മാക്സിമം മിനിമയിൽ dy/dx = 0 എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് R2 ആണ്, റേഡിയസ് R2 ആണ്. R1 എന്ന് പറയുന്നത് ഇൻസൈഡ് റേഡിയസ് R2 ആണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ R2 വിത്ത് റെസ്പെക്ട് ടു ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d/dr2 ഓഫ് എന്താണ് നമ്മുടെ ഈ ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തിന് ഇക്വേറ്റ് ചെയ്യുന്നു, 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ കിട്ടും. ഇവിടുത്തെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആയാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. മിനിമം ആണോ മാക്സിമം ആണോ പിന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മിനിമം വാല്യൂ കിട്ടും. ഇത് മിനിമം ആകുമ്പോഴാണ് ക്യൂ എന്താവുന്നത്, മാക്സിമം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് = 0 എന്ന് എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ R2 ആണ് വേരിയബിൾ. അപ്പോൾ K എന്ന് പറയുന്നത് പുറത്തിട്ടു. അപ്പോൾ 1/K ആവും. ലോഗ് എക്സ് എന്ന് പറയുന്നതായിട്ട് എടുക്കാം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x, ദാറ്റ് ഈസ് 1/R2 R1 എന്ന് പറയുന്നത് കിട്ടും. ഇൻറ്റു എക്സിൻ്റെ സ്ഥലത്ത് R2/R1 ആയതുകൊണ്ട് R2/R1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. R2/R1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/R1 എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ടു. R2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തിനാണ് 1. അപ്പോൾ ഇൻറ്റു 1 എന്ന് പറയുന്നു, അത് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആവും, അത് തീർന്നു. പ്ലസ് ഇവിടെ 1/H0 കോൺസ്റ്റൻ്റ് ആണ്. 1/R2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/Xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -1/x². ഞാൻ എന്താണെന്ന് പറയുന്നില്ല, അറിയാമല്ലോ. -1/R2² വിച്ച് ഈസ് = 0. അവിടെ നിന്ന് 1/K × R1 വെട്ടിപ്പോയി, 1/R2 കൂടെ കിടക്കും. മൈനസ് എന്താണ് 1/H0 × R2². ഇനി നമുക്ക് ഇത് ഒരു സൈഡിൽ ഇതൊരു സൈഡിൽ അപ്പുറം എഴുതാം. അപ്പോൾ മൈനസ് എന്ന് പറയുന്ന അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1/H0 R2² ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലോ ഇതങ്ങ് അപ്പുറത്തുകൊണ്ടുപോയി ഇത് ഇപ്പുറത്തോട്ടുണ്ടോ, ഇതങ്ങ് അപ്പുറത്തുകൊണ്ടായാലും മതി, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും മതി. ഇത് അപ്പം അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചെഴുതിയിരിക്കുന്നു സങ്കല്പിച്ചാലും മതി. അറിയാലോ 1/H0 × R2² വിച്ച് ഈസ് = 1/K × R2 ഒരു R2 ഇവിടുത്തെ ഒരു R2 ഇവിടുത്തെ R2 വെട്ടിക്കളയാം. അപ്പോൾ അവിടെ നിന്ന് 1/H0 R2 = 1/K. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H0 × R2 ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ = K എന്ന് കിട്ടും. അവിടെ നിന്ന് R2ൻ്റെ വാല്യൂ K/H0. ഈ R2 = RC ക്രിട്ടിക്കൽ തിക്നെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ K എന്ത് ചെയ്താൽ മതി, തെർമൽ കണ്ടക്ടിവിറ്റീനെ അതിൻ്റെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്താൽ മതി ഇൻ ദ കേസ് ഓഫ് എ സിലിണ്ടർ. ഇതാണ് നമ്മുടെ എന്തിൻ്റെ കേസ് എന്ന് പറയുന്നത്,
സിലിണ്ടറിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. ഇൻ ദ കേസ് ഓഫ് എ സ്പിയർ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഈ റെസിസ്റ്റൻസ് എഴുതുന്നതേ ഉള്ളൂ. കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? R2 മൈനസ് സ്പിയറിൻ്റെ കേസിൽ ഞാൻ പറയണ്ടല്ലോ, ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. R2 മൈനസ് R1 ഡിവൈഡ് ബൈ 4πk R1 R2 പ്ലസ് 1 ഇവിടുത്തെ ഏരിയ ഓഫ് ദ സ്പിയർ 4πr² ആണ്, R2² ആയി. ഇനി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങോട്ടൊക്കെ എന്താണ് ഇവിടെ നിന്ന് 4π എന്ന് പറയുന്ന സാധനം അങ്ങ് പുറത്തിട്ടു, 4π മുകളിലും കൊണ്ടുപോയി, ഇവിടെ നിന്ന് ഡിനോമീറ്റർ നിന്ന് മുകളിൽ കൊണ്ടുപോയി, ബാക്കി ഡിനോമീറ്റർ ഇവിടെ R2 മൈനസ് R1/k ആണ് പ്ലസ് 1/h0 R2² മാത്രം, അത്രയേ ഉള്ളൂ. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 0 കൊടുക്കണം, എന്നാലേ നമുക്ക് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ, അവിടെ നമുക്ക് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 R2 × k എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതി, അതായത് R2 ബൈ R1 R2k, അതായത് R2 ബൈ R1 R2k മൈനസ് R1 ഡിവൈഡ് ബൈ R1 R2k എന്ന് എഴുതി, പ്ലസ് എന്താണ് 1/h0 × R2². ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് R2 എന്ത് ചെയ്ത് കളഞ്ഞു? വെട്ടിക്കളഞ്ഞു. ഇനി അപ്പോൾ d/dr2 ഓഫ് 1 എന്താണ്? R1k മൈനസ് 1 ഇവിടെ R1 വെട്ടിക്കളഞ്ഞു, 1/r2k പ്ലസ് 1/h0 R2² 0. ഇനി നമ്മൾ എന്താണ് ഇവിടെ 1/k എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, R2 ആണ്, അല്ലോ R2 ആണ് വേരിയബിൾ. അപ്പോൾ R1k, അപ്പോൾ ഇത് മൊത്തം കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. പിന്നെ ഇവിടെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് ഇവിടെ എന്താണ്? 1/k കോൺസ്റ്റൻ്റ് ആണ്, 1/r2ൻ്റെ സ്ക്വയർ ഡെറിവേറ്റീവ് മൈനസ് 1/r2² എന്ന് വന്നു, പ്ലസ് എന്താണ് ഇവിടെ എന്താണ്? 1/h0 പുറത്തിട്ടു. R2² ഡെറിവേറ്റീവ് എന്താണ്? R2² അങ്ങ് മോളിൽ പോയാൽ R2 റേസ് ടു മൈനസ് 2, R2 റേസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? -2 R2 റേസ് ടു -2 -1, ദാറ്റ് ഈസ് -2 ഡിവൈഡ് ബൈ R2 റേസ് ടു 3 അല്ലേ? അപ്പം അല്ലെങ്കിൽ R2 റേസ് ടു -3, അപ്പോൾ -2 R2 റേസ് ടു -3 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 1/r2ൻ്റെ ഡെറിവേറ്റീവ് R2² ഡെറിവേറ്റീവ് കിട്ടി. ഇതങ്ങ് ഡിനോമിനേറ്റർ എഴുതാം അല്ലേ? -3 എന്ന് പറയുന്ന സാധനം ഡിനോമിനേറ്റർ കൊണ്ടുവന്ന് എഴുതി, ദാറ്റ് ഈസ് -2 ഡിവൈഡ് ബൈ x0 × R2 റേസ് ടു 3 എന്ന് എഴുതി. ഇവിടെ ഓൾറെഡി ഈ സാധനം ഉണ്ട്, മൈനസ് പ്ലസ് ആയി കിടക്കും. ഇത് അപ്പുറം ഈക്വൽ ആയിട്ട് എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ R2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2k/h0 എന്നുണ്ട്. മറ്റടുത്ത് k/h0 ആണ് നമുക്ക് സിലിണ്ടറിൻ്റെ കേസ് കിട്ടില്ലെങ്കിൽ ഇവിടെ കിട്ടിയത് 2k/h0. ഇതാണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്, ചോദിക്കും.